ബിഗ് ബോസ് ഫൈനലിൽ ഇപ്പോൾ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അനീഷും അനുമോളും തമ്മിലാണ് മെയിൻ ആയിട്ടുള്ള മത്സരം നടക്കുന്നത്. അതിലൊരു സംശയം വേണ്ട. നിലവിലത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നല്ല രീതിയിൽ PR പണി നടക്കുന്നുണ്ട് പുറത്ത്. ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും അത് അനീഷിനല്ല എന്ന് 100% ഉറപ്പാണ്. കാരണം അനീഷിന്റെ PR എന്ന് പറയുന്നത് അനീഷിനെ സ്നേഹിക്കുന്നവരാണ്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാട്ടാ. ഇവിടെ പ്രധാനമായും നടക്കുന്നത് അനീഷിന്റെ ഫാൻസ് നഷ്ടമാകില്ല. അനീഷിനെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും അനീഷിന്റെ കൂടെ തന്നെയുണ്ട്. അതിലൊരു തർക്കമാർക്കില്ല. എന്നാൽ അനുമോളുടെ വോട്ട് നല്ല രീതിയിൽ മാറി മറിഞ്ഞിട്ടുണ്ട്. മാറി മറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തിലോ 3ാം സ്ഥാനത്തിലോ നിന്നിരുന്ന അനുമോള് എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള ഫാൻസിന്റെ ആ ഒരു ലെവൽ വെച്ച് നോക്കിയിട്ട് കുറച്ച് ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പ് വരെ കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് താഴെ നിന്നിരുന്നത് ഷാനവാസ് ആയിരുന്നു. എന്നാൽ അത് ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം പുറത്തു നിന്നുള്ള സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന നല്ല രീതിയിലുള്ള പ്രൊമോഷൻ തന്നെയാണ്. അതുപോലെ നൂറയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ആദിലെ ചെയ്തിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൂടുതൽ ഗുണം കിട്ടുന്നത് അതിലിപ്പോ പുറത്തായ കാര്യമൊക്കെ നമുക്കറിയാം. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. പക്ഷെ അങ്ങനെ പുറത്തായപ്പോൾ അത് നൂറയ്ക്ക് വേണ്ടിയിട്ടാണ് ആദിലെ മനഃപൂർവ്വം അനുമോളെ നെഗറ്റീവ് ആക്കിയിട്ട് ആദിലേക്ക് ഒരു നെഗറ്റീവ് ഉണ്ടാക്കി എടുത്ത് പുറത്താവാൻ ശ്രമിച്ചത്. ഇതുകൊണ്ട് ഗുണം ഉണ്ടായത് നൂറയേക്കാൾ കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അനീഷിന് വോട്ട് കുറയുകയല്ല. പക്ഷേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് വോട്ട് കൂടുന്നുണ്ട് അല്ലേ? വോട്ട് കൂടുന്നുണ്ട് ശരിക്കും അനുമോൾക്ക്. അത് അനുമോളുടെ നല്ല സ്കില്ലും ഉണ്ട്. അതുപോലെ തന്നെ നല്ല പുറത്ത് നടക്കുന്ന PR വർക്കുണ്ട്. നല്ല ഗെയിമിംഗ് സ്ട്രാറ്റജി തന്നെയാണ് അനുമോൾ അവിടെ കാഴ്ചവെക്കുന്നത്. അതിലൊരു തർക്കം ആർക്കും വേണ്ട. എങ്കിലും ഇവിടെ PR എന്ന് പറഞ്ഞ സംഭവം കൂടി നടക്കുന്നുണ്ട്. കാര്യം ഷാനവാസിന്റെ വോട്ടൊക്കെ കൂടുതലും കിട്ടാൻ പോകുന്ന അനീഷ് തന്നെയാണ്. അതായത് 2 മത്സരാർത്ഥികളാണ് ഇനി മെയിൻ ആയിട്ട് വരിക എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ തങ്ങളുടെ ആളുകൾക്ക്, അതായത് തങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന വോട്ടിനേക്കാൾ നല്ലത് ജയിക്കാൻ പോകുന്ന ആ 2 പേർക്ക് കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഷാനവാസിന്റെ വോട്ടൊക്കെ മെയിൻ ആയിട്ട് പോകുന്നത് ഇവർക്ക് തന്നെയായിരിക്കും, അനീഷിന് തന്നെയായിരിക്കും. അതുപോലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, ബാക്കിയുള്ളവർ അവിടെ മത്സരിക്കുന്ന ബാക്കിയുള്ളവർ, ഫൈനലിൽ വന്നിട്ടുള്ള ബാക്കിയുള്ളവർ, അവരുടെ വോട്ടൊക്കെ മിക്കവാറും അനുമോൾക്കാണ് സ്പ്ലിറ്റ് ആയിട്ട് പോകാൻ സാധ്യത. കാരണം ജയിക്കുന്നവർക്ക് വോട്ട് ചെയ്യുക എന്ന മലയാളികളുടെ ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിൾ ലോജിക്ക് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ PR വർക്കുകൾ നല്ല രീതിയിൽ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. അതായത് PR ടീമുകൾ ഫുള്ള് നല്ല രീതിയിൽ നല്ല പണിയെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിലൊരു തർക്കം വേണ്ട. സോഷ്യൽ മീഡിയ പോളുകളിലൊക്കെ അനുമോളാണ് വിജയിക്കുന്നതെന്ന് തരത്തിലുള്ള വോട്ടിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട് അവര്. അതുപോലെ പല പ്രൊമോഷൻ ഗിമ്മിക്കുകൾ നടത്തിയിട്ട് ആളുകളുടെ വോട്ട് മുഴുവൻ അനുമോൾക്ക് എത്തിക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിന്റെ റീലുകളും മറ്റും നോക്കി കഴിഞ്ഞാൽ, അതായത് ബിഗ് ബോസ് എന്ന് നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്, ആളുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്നത് അത് അനുമോൾക്കാണ്. അനുമോൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമല്ല, അത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ PR വർക്ക് ഇവിടെ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. കാശ് വാങ്ങിയതിനുള്ള പണി അവിടെ നടക്കുന്നുണ്ടെന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ ഒരു കണ്ടസ്റ്റന്റിനും, അതായത് സാധാരണ രീതിയിൽ ജെന്യുവിൻ ആയിട്ട് നിന്നിട്ട് അവിടെ വോട്ട് നേടുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെ സപ്പോർട്ട് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ ട്രോളുകളും കാര്യങ്ങളൊക്കെ കളിയാക്കിയിട്ടുള്ളതാണെങ്കിൽ പോലും, നെഗറ്റീവ് ആണെങ്കിൽ പോലും നമ്മുടെ അനുമോളുടെ ആ ഒരു മുഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചില അനൗദ്യോഗിക പോളുകളൊക്കെ നോക്കുമ്പോൾ അനീഷിന് 32.9% വോട്ടാണെങ്കിൽ അനുമോൾക്ക് അത് 32.1% വോട്ടൊക്കെ ഉണ്ട്. അതായത് ചെറിയ നേരിയ വ്യത്യാസം മാത്രമാണ് ഇവർ തമ്മിലുള്ളത്. പിന്നെ അതൊക്കെ ഈ PR ടീമിന്റെ അല്ലെങ്കിൽ PR ടീം ഉണ്ടാക്കിയെടുക്കുന്ന വിസിബിലിറ്റി ആവാനും സാധ്യതയുണ്ട്. അല്ലാതെ ശരിക്കുള്ള വോട്ടാവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഓരോ വോട്ടും ഇപ്പോൾ ഭയങ്കര ആവശ്യമാണ് നമ്മുടെ അനീഷിനെ സംബന്ധിച്ചിട്ട്. ഈ ഫൈനൽ ശരിക്കും ഒരു സാധാരണക്കാരനും ഒരു സെലിബ്രിറ്റിയും തമ്മിലുള്ള മത്സരം തന്നെയാണ്. അനീഷ് എന്ന് പറയുന്നത് ഷോയുടെ ചരിത്രത്തിൽ ആദ്യത്തെ പുരുഷ കോമണറാണ്. ഒരു എഴുത്തുകാരൻ, കർഷകൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അങ്ങനെ വേറൊരു ലെവലിൽ നിന്നാണ് പുള്ളി വരുന്നത്. മൈജി കോണ്ടസ്റ്റ് ഓഡീഷൻ വഴിയാണ് ആള് കയറിയിട്ടുള്ളത്, ബിഗ് ബോസിൽ കയറിയിട്ടുള്ളത്. അല്ലാണ്ട് ക്ഷണിതാവായിട്ടില്ല, അതായത് സെലിബ്രിറ്റി ആയതുകൊണ്ട് വിളിച്ചു കയറ്റിയിട്ടുള്ള സംഭവമല്ല. ഈ ഷോയ്ക്ക് വേണ്ടി സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് അങ്ങേര് വന്നിരിക്കുന്നത്. പുള്ളി ജയിച്ചു കഴിഞ്ഞാൽ അത് പൈസയും PR ഉള്ള സെലിബ്രിറ്റികളെ ഒരു സാധാരണക്കാരന് തോൽപ്പിക്കാൻ പറ്റുമെന്നതിന്റെ തെളിവായിരിക്കും. അനുമോള് അങ്ങനെയല്ല കേട്ടോ, അത് വേറെ കാര്യം. ആള് ഓൾറെഡി ഫേമസ് ആണ്. സ്റ്റാർ മാജിക് ഒക്കെ ചെയ്ത് ഒരുപാട് ഫാൻസ് ഉള്ള നടിയാവതാരകയുമാണ്. നല്ല ഹൈ പ്രൊഫൈൽ മത്സരാർത്ഥി തന്നെയാണ്. അവർക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഇൻഡസ്ട്രി നെറ്റ്വർക്കും ഉണ്ട്. അനുമോൾ ജയിക്കുന്നത് സാധാരണ നടക്കുന്ന ഒരു കാര്യം മാത്രമാണ്, അതായത് സെലിബ്രിറ്റികൾ തന്നെ ജയിക്കുന്നു എന്നുള്ളൊരു സംഭവം. ഇതുവരെ അങ്ങനെയല്ലേ നടന്നിട്ടുള്ളത്. ഫെയിം ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്ന, ഫെയിം ആയിട്ടുള്ള ആളുകൾ തന്നെ വിജയിക്കുന്ന ആ ഒരു സാഹചര്യമാണ് ബിഗ് ബോസിൽ നടന്നിട്ടുള്ളത്. അതിനൊരു മാറ്റം കുറിക്കാൻ വേണ്ടി ഈ കോമണർ അനീഷ് വന്ന് വിജയിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നേടുന്ന, അതായത് സാധാരണക്കാരുടെ ഒരു ആളായിട്ട് അനീഷ് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും അനുമോള് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും സെലിബ്രിറ്റി തന്നെയാണ്. ആ ഫെയിം ആളെ വിട്ടു പോകുന്നില്ല. എന്നാൽ അനീഷിന്റെ കാര്യം
കാര്യം അങ്ങനെയല്ല. അനീഷ് വിജയിച്ചു കഴിഞ്ഞാൽ അതൊരു ചരിത്രമായിരിക്കും ആ നാടിന്. അനീഷിന്റെ നാടിന്, ഞാൻ അനീഷിന്റെ നാട്ടുകാരനാണ്, അനീഷിന്റെ നാട്ടുകാർക്കും അതുപോലെ തന്നെ അനീഷിന്റെ നാടിനും അതുപോലെ സാധാരണക്കാരായ മനുഷ്യർക്കും ഇതുപോലൊരു വലിയ ഷോയിൽ നിന്ന് വലിയ വിജയം നേടി വരാൻ പറ്റുമെന്നതിന്റെ ഒരു തെളിവായി മാറും. മാത്രമല്ല അനീഷിന്റെ തുടക്കം മുതൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവസാനം വരെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗെയിം സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ പുള്ളി പെർഫെക്റ്റ് അല്ലായിരുന്നു എന്ന് നമുക്കറിയാലോ. തുടക്കം തൊട്ട് ആളൊരു ചൊറി സ്വഭാവമുള്ള ഒരാളുടെ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആളാകെ മാറിപ്പോയി. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ റാങ്കിങ് ടാസ്കിലെ അപ്പാനി ശരത്തിനെ സോഫയിൽ നിന്ന് തള്ളി മാറ്റി 1ാം സ്ഥാനം പിടിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പക്ഷേ ആ സ്വഭാവത്തിൽ നിന്നൊക്കെ ആള് ആകെ മാറി, ഒരു ജെന്റിൽമാനായി മാറി എന്ന് തന്നെയാണ് അതിന്റെ ഒരു അർത്ഥം. ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രപ്പോസൽ സംഭവമില്ലേ, അനുമോളിനെ പ്രപ്പോസ് ചെയ്ത സംഭവം അനുമോൾ തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. തുടക്കത്തിൽ എനിക്ക് അനീഷിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് ഉള്ളൊരു ബോധ്യം അനുമോൾക്കുണ്ടായി. അതുപോലെ മോഹൻലാൽ പറയുന്ന പല കാര്യങ്ങൾക്കും പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ട് മാറുകയാണ് നമ്മുടെ അനീഷ്. വളരെ ജെന്റിൽമാൻ ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ ആള് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു തർക്കമില്ല. അതുപോലെ നമ്മുടെ മുൻഷി രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ലേ, അതായത് എന്ത് തന്ത്രമായിരുന്നു ഇതെന്ന് നമ്മുടെ അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നത്, കളിയാക്കിയ പോലെ ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അനീഷ് കൊടുത്തിട്ടുള്ള ഒരു മറുപടി അത് എനിക്കും അനുമോൾക്ക് ഇടയിലുള്ള കാര്യമാണ്. ഈ പ്രപ്പോസലിനെ കുറിച്ചാണ് മുൻഷി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് അനുമോൾക്ക് ഇടയിലുള്ള കാര്യമാണ്. അത് കഴിഞ്ഞു, അതിൽ മൂന്നാമതൊരാൾ ഇടപെടേണ്ട എന്നുള്ള ഒരു മൈൻഡാണ് നമ്മുടെ അനീഷ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തുടക്കത്തിൽ വന്നിട്ടുള്ള ആ ഒരു അനീഷ് അല്ല ഇപ്പൊ നമ്മൾ കാണുന്ന അനീഷ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇനി അനുമോളുടെ കാര്യം, പുള്ളിക്കാരിയെ കുലസ്ത്രീ എന്നും സദാചാര പോലീസ് എന്നൊക്കെ ആൾക്കാർ വിളിച്ചിരുന്നു. ഗിസേലിനും ആരിനുമെതിരെ വെറുതെ ആരോപണം ഉന്നയിച്ചതിന് ലാലേട്ടൻ നന്നായി ശാസിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ അല്ലേ. അതായത് ആ സ്വഭാവത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ടീമിനെ കുറിച്ച് തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണത്. അതുപോലെ ഈ PR ആരോപണങ്ങൾ ഇത് പുറത്തുനിന്നുള്ള ആളുകൾ, അനീഷിന്റെ ഫാൻസോ അല്ലെങ്കിൽ വേറെ ആൾക്കാരൊന്നും പറഞ്ഞ് പരത്തിയിട്ടുള്ള സംഭവമല്ല. കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ, കൂടെ സുഹൃത്തുക്കളായി നിന്നിരുന്നവർ തന്നെ, ഇപ്പോൾ ഡോക്ടർ ബിന്നി സെബാസ്റ്റ്യൻ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം അനുമോൾ PR ഏജൻസിക്ക് 16 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെയാണ്. ഇത് അനുമോൾ ബിന്നിയോട് നേരിട്ട് പറഞ്ഞ കാര്യമാണെന്ന് ബിന്നി ഉറപ്പിച്ച് പറയുന്നുണ്ട്. അക്ബർ ഖാൻ ഇത് ശരിവെച്ചിട്ടുണ്ട്. അനുമോളുടെ ഇതേ PR ടീം അക്ബറിനെയും ബന്ധപ്പെട്ടിരുന്നു എന്ന് പുള്ളിയും പറഞ്ഞിട്ടുണ്ട്. പോരാത്തന്നെ എവിക്ഷൻ വരുമ്പോൾ എല്ലാവരും പെട്ടി പാക്ക് ചെയ്യുമ്പോൾ അനുമോൾ മാത്രം കുറച്ച് ഡ്രസ്സേ പാക്ക് ചെയ്യാറുള്ളൂ. അത് ശരിയല്ല ഞാൻ പറയണത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അനുമോളിന് നല്ല ഉറപ്പുണ്ടാകില്ലേ, അനുമോൾ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അതായത് താൻ പുറത്താകില്ല 100% ഉറപ്പ് അനുമോൾക്ക് ഉണ്ടാവേണ്ടതല്ലേ. ഏറ്റവും വലിയ തെളിവ് ആദില പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിഷ്യൂ പേപ്പർ സംഭവമാണ്. ആദില പുറത്താകുമെന്ന് കരുതിയ ദിവസം അനുമോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ PR ഏജന്റിന്റെ നമ്പർ എഴുതി ആദിലേക്ക് കൊടുത്തു. 50,000 രൂപ കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ടുള്ള കാര്യം ബിഗ് ബോസിനകത്ത് എനിക്ക് ആളുകളുണ്ട് എന്നും അനുമോൾ ഇടയ്ക്ക് വീമ്പ് പറഞ്ഞതായിട്ടും ആദിലയും അക്ബറും പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ശൈത്യ സന്തോഷിനും അതുപോലെ തന്നെ അനുമോൾക്കും ഒരേ PR ഏജന്റ് ആയിരുന്നു. ശൈത്യക്ക് കട്ടപ്പ എന്ന നെഗറ്റീവ് ഇമേജ് കിട്ടിയത് അനുമോളുടെ PR പണിയാണെന്ന് ശൈത്യ ആരോപിക്കുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, ഇത് കൃത്യമാവണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അനുമോൾ നല്ല മത്സരാർത്ഥി തന്നെയാണ്. അതുകൊണ്ടും PR കൊണ്ട് മാത്രം ഒരാൾക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷേ ഇത് തമ്മിൽ ഒരു വ്യത്യാസം, വലിയ അന്തരമുണ്ട്. PR ഉള്ള ഒരാളും ആളെത്ര സ്കില്ലുണ്ടെന്ന് പറഞ്ഞാലും ആൾക്ക് വർക്ക് ചെയ്യേണ്ട പണി കുറച്ച് മതി. പക്ഷേ ഒരു PR-ഉം ഇല്ലാതെ സാധാരണക്കാരനായി വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് അവിടെ അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ. ഒരു രീതിയിലും ഫെയിം അല്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഷോകളിലൊക്കെ വന്നിട്ടുണ്ട് എന്നല്ലാതെ അനീഷ് വേറെ ഏത് രീതിയിലാണ് ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്നത്? ഒരു സാധാരണക്കാരൻ തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയാൻ വേണമെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാമെങ്കിലും ബാക്കിയുള്ളവരുടെ മുകളിൽ നിൽക്കുന്നവരെ പോലെ, അതായത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളല്ല അനീഷ് എന്ന് 100% ഉറപ്പാണ്. ആളുകളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ആളുകൾ സ്ക്രീനിൽ കാണുന്ന ഒരാളോടുള്ള ആരാധനയും ഒരിക്കലും കാണാത്ത ഒരാളോട് വരുന്ന ആരാധന നല്ല വ്യത്യാസം ഉണ്ടാവും. അത് എനിക്ക് പറയാനുള്ള കാര്യമാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക തന്നെ ചെയ്യണം. എന്തായാലും നിങ്ങളുടെ വോട്ടുകൾ അനീഷിന് കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോ അറിഞ്ഞോ അറിയാതെയോ അനുമോൾ ബിഗ് ബോസിൽ ഒരു വലിയ കണ്ടന്റ് ക്രിയേറ്ററായി മാറുകയാണ്. അനുമോളാണ് അവസാന നിമിഷം ബിഗ് ബോസിൽ ഒരു ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അനുവിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ PR-മായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇത്രയും പമ്പര വിഡ്ഢിയായിട്ടുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ നാളെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് വരെ സംശയമാണ്. അനുമോളെ എതിർക്കാൻ എന്നുള്ള രീതിയിലാണ് ഇവർ ഇവിടുന്ന് പോയിട്ടുള്ളത്. അനുമോൾക്ക് അതിനെതിരെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ശൈത്യയും ബിൻസിയും എല്ലാവരും അകത്ത് കയറിയിട്ട് കൂട്ടമായി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അനുമോൾക്ക് സങ്കടമാണ് മുഖത്തുണ്ടാവുന്നത്. ആ സെന്റിമെന്റ്സ് ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പൈസ കൊടുത്തിട്ടാണ് നിന്നതെന്നൊക്കെ പറയുന്നുണ്ട് അവര്. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിൽ ഒരു നെഗറ്റിവിറ്റി എന്നല്ല പറയേണ്ടത്, അതിനെ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവുകയാണ് ഇവിടെ ഉണ്ടാകുന്നത്. സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവുക എന്ന്
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഒരാൾ കരയുമ്പോൾ നമുക്ക് സഹതാപപരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ആളോട് നമുക്കൊരു ഇഷ്ടം തോന്നുകയും ആൾക്ക് നമ്മളൊരു വോട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമായിട്ട് വരുന്നത്. അതുപോലെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്നലെ വരെ പുറത്തുണ്ടായിരുന്ന പേര് ദോഷം മാറാൻ അകത്ത് കയറി അതിലും വലിയ ദോഷവും ആക്ഷേപവും സ്വയം സൃഷ്ടിച്ച ആളുകളാണ് ഇപ്പൊ കയറി പോയിട്ടുള്ള ആളുകൾ. അത് വേറെ കാര്യമാണ്. അനുവിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും പോയിട്ട് അവർ അറ്റാക്ക് ചെയ്തിട്ടില്ല. പിന്നാലെ വീക്കിന് അനുവിനെ ഏറ്റവും വലിയ പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ കപ്പിലേക്ക് എത്താനുള്ള സാധ്യത അനുവിനും കൂട്ടിക്കൊടുത്തത് ഈ പോയ ആളുകളാണെന്നാണ് 100% ഉറപ്പായിട്ടുള്ള കാര്യം. ഇവരാണ് അവിടെ കൂടുതൽ സ്ക്രീൻ സ്പേസ് അനുവിന് മാത്രം ഉണ്ടാക്കി കൊടുക്കുന്നത്. അനീഷിന് ഈ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാത്തതിനും കാരണം ഇവര് പോയത് തന്നെയാണ്. ഇവരാണ് ഇതിന്റെ ഒരു സംഭവം. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധാരണക്കാരനായ അനീഷ് വിജയിക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വാഭാവികം, ഞാനൊരു സാധാരണക്കാരനാണ്, അതുപോലെ തന്നെ എൻ്റെ നാട്ടുപുറക്കാരനാണ് അനീഷ്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് അനീഷ് വിജയിക്കണം എന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അനീഷിന് വോട്ട് ചെയ്യുക. ഒരുപാട് പേരുടെ കമന്റ് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അറിയില്ല എന്ന് പലരും കമന്റിൽ പറയുന്നത് കണ്ട്. അതുകൊണ്ട് ഞാൻ പറയണം, ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ ജിയോ ഹോട്ട്സ്റ്റാർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ആപ്പ് തുറന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി OTP നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ആപ്പിന്റെ മുകളിലുള്ള സെർച്ച് ഐക്കണിൽ അമർത്തി ബിഗ് ബോസ് മലയാളം ഇന്ന് തെരഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോയുടെ പേജ് തുറന്നു വരുമ്പോൾ അതില് വോട്ട് അല്ലെങ്കിൽ വോട്ട് നൗ എന്ന് എഴുതിയ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. വോട്ടിംഗ് അനുവദിച്ചിട്ടുള്ള സമയത്ത് മാത്രമേ ഈ ബട്ടൺ കാണാൻ സാധിക്കുള്ളൂ. ആ ബട്ടണിൽ അമർത്തുമ്പോൾ ഫൈനലിൽ എത്തിയ മത്സരാർത്ഥികളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫൈനൽ റൗണ്ടിൽ സാധാരണമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ മാത്രമേ വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണ എലിമിനേഷൻ വോട്ടുകൾ പലർക്കായി വീതിച്ച് നൽകാമെങ്കിലും ഫൈനലിൽ ഒരാൾക്ക് മാത്രമേ നിങ്ങൾക്ക് വോട്ട് നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരാളെ കൃത്യമായി തെരഞ്ഞെടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് രേഖപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ അനീഷിനെ വിജയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ആ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പും നൽകുക. താങ്ക്